അനുമോൾ ഞാൻ നോക്കിയിട്ട് ലോക കള്ളിയാണ്, ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, കഥയൊക്കെ വളച്ചൊടിക്കും. ഞാനും ആദ്യം അന്ന് അത് കോമഡി രീതിയിലാണ് പറഞ്ഞത്. എന്തോ അതിൽ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര സംസാരം നിങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തരാമേ എന്ന് പറഞ്ഞ് പോയി. അതൊരു കോമഡി രീതിയിലാണ്, മനസ്സിലായില്ല. അതും ഞാൻ ഇതുവരെയും മനസ്സിലല്ലേ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടിട്ട് മറ്റേ സ്ഥലത്ത് പോയി കുറ്റം പറഞ്ഞ് രണ്ടുപേരെ തെറ്റിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇനി നിങ്ങളോട് സംസാരിച്ച സംഭവം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നോമിനേഷൻ മാത്രം വെച്ചാണ്. ബിക്കോസ് നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നത്. ലാസ്റ്റ് നോമിനേഷൻ വരുമ്പോൾ മാത്രം ചിലപ്പോൾ നമ്മൾ 4 പേര് വന്ന് ബാക്കി 4 പേര് സേഫായി നമ്മളാരായി അങ്ങനെ ഓർത്ത് മാത്രം. അല്ലാതെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ അങ്ങനെ ഒരു ബന്ധവും അതൊന്നും വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവര് നമ്മളെ നോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ അവസാനം നമ്മളാരും നോമിനേറ്റ് ആയി മനസ്സിൽ ബാക്കിയുള്ള ചാൻസസ് പറയും, നമ്മുടെ ചാൻസസ് കൂടും. അപ്പോൾ ഇവിടെ ഗെയിം കളിക്കാൻ വന്നത് അത് വെച്ച്, അല്ലാതെ ബാക്കി അവരെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. ഞാൻ നിങ്ങളോട് വന്നും ഇവരെ കുറിച്ച് കുറ്റമായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറഞ്ഞ കേൾക്കാറുണ്ട്. അതുപോലെ ഇവരോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കുക ഒപ്പീനിയൻ എടുക്കും. എന്നിട്ട് ഞാൻ ചിലപ്പോൾ നോക്കും, ഇങ്ങനെ ആലോചിക്കും. അതാണ് ഞാൻ ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിലും പറയുന്നത്. എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല, 2 സൈഡിൽ നിന്ന് കേൾക്കുമ്പോൾ അവിടെ കാഴ്ചപ്പാട് കേൾക്കുമ്പോൾ എന്താ അത് കറക്റ്റ് ആണെന്ന് തോന്നിപ്പോകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അക്ബർ എന്നെ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ അക്ബറിനോട് പറയും, എനിക്ക് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം, നമുക്ക് പോലെ പുതിയ അറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഇപ്പോൾ ഇവിടെ ഈസിലി ഒരാളോട് സംസാരിച്ചാൽ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവാൻ അങ്ങനെയല്ല, നമ്മൾ പെട്ടെന്ന് ആ രീതിയിലൊന്ന് ആലോചിച്ചു. ബിക്കോസ് എല്ലാവരും വെളുപ്പിക്കാൻ അറിയാം ഞാൻ നോക്കിയിട്ട് ഇവിടെ. അപ്പോൾ അത് എടുക്കുന്നേക്കാളും നല്ല ഇപ്പോൾ ഞാൻ ലൈവായിട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ഒരു ഒപ്പീനിയൻ എടുക്കാം. അത് ശരിയാണ്. നീ പറഞ്ഞില്ല പ്രോട്ടീൻ ഇഷ്ടമാണ്, അത് പ്രോട്ടീൻ ഇഷ്ടമാണ് എല്ലാവരും. നമ്മൾ ആർക്കായാലും കുറച്ച് കൂടുതൽ കിട്ടിയാൽ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ആരും ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ടില്ല. ചോറ് കുറവും ബാക്കി കറി, അത് നമ്മൾ എല്ലാവരും അറിയിച്ചു. നിന്റെ ആ ഡയലോഗ് അടിക്കാണ് കിട്ടിയ, അല്ലാതെ ബാക്കി ഒന്നുമല്ല. പയറിന്റെ കാര്യമില്ല, പയറിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ കുറച്ചും കൂടെ എല്ലാവർക്കും പിന്നെ കൊടുത്തിട്ട് നീ കൈ കൊടുത്തായിരുന്നു കുറച്ചും. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇത്രയും ചോറ് എടുക്കുന്നുള്ളൂ, നിനക്ക് ഇത്രയും മതി, എന്നിട്ട് ബാക്കിയുള്ളവർ കൊടുക്കാൻ നീ തയ്യാറ്. അതെന്തുവായിരുന്നു? അല്ലല്ല അല്ല നിന്റെ കൂടെ നടക്കൂല. വളച്ചൊടിക്കാൻ അറിയാം. സോറി അക്ബർ അല്ല അത്ര വളച്ചൊടിക്കുന്നത്, നീയാണ് വളച്ചൊടിക്കുക. അല്ല നിങ്ങൾ കുറച്ച് വളച്ചൊടിക്കലുണ്ടായിരിക്കും, പക്ഷെ നീ അതുക്കും മേലെ മനസ്സിലായി. നീ ഒരു സ്ട്രേറ്റ് അല്ല, നീ കട്ട ഫ്രോഡാണ്. നീ ക്യാമറയുടെ മുമ്പിൽ നാടകം കാണിക്കാനായിട്ടാണ് നീ എല്ലാവരും ഞാൻ സത്യം പറയാം. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നാടകം നീയാണ് ഇവിടെ. ഇവിടെ ഏറ്റവും ബെസ്റ്റ് നീയാണ്. ഡയലോഗ് കഴിക്കുന്നവൾ നിനക്ക് ഇത്രയും പയർ ചോറ് പയർ അത് പറഞ്ഞോ ആ ഡയലോഗ് നീ അടിച്ചു. ആ ഡയലോഗ് മാത്രമാണ് ഇവിടെ ആൾക്കാർ കൂടുതലും കുറവല്ല എടുക്കും, അതൊരു പ്രശ്നമല്ല. ഇതാണ് പിന്നെ അനുമോൾ പഠിച്ചത് അനുമോൾ കട്ടയ്ക്ക് ട്രെയിൻ ചെയ്തിട്ട് വന്നായിരിക്കും. എനിക്ക് അവരുടെ PR ടീമാണ് എന്തുവാണെന്ന്. അപ്പൊ അതിൽ കൂടെ അനുമോൾ അറിയാം എങ്ങനെ നിൽക്കണം, പ്രേക്ഷകരെ കാണിക്കാനും പറ്റിക്കാനും. പ്രേക്ഷകർ ഇതിലൊന്നും വീണ് പോലെ ഇതെല്ലാം ഇവിടെ അടവാണ്, അത്ര എനിക്ക് പറയാറുള്ളത്. അവർ തിരിച്ചിരിക്കും, എന്നിട്ട് എല്ലാവരും സോപ്പിടും, എന്നിട്ട് പുറകെ നിന്ന് കുത്തും. മനസ്സിലായില്ല? അത് തന്നെ ലെവിൻ കുത്തുന്നെങ്കിൽ അവങ്ങനെ കാണിക്കും കുത്തും. നീ അല്ലെങ്കിൽ കാണിക്കാതെ പുണ്യാളത്തി പോലെ ഇരിക്കും. ഇതാണ് ഇത് എന്റെ ഫ്ലോ കളഞ്ഞു വന്നു. ഇതാണ് ഇവിടെ അടുത്ത ഇവർക്ക് അറിയാം. ഞാൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് എന്റെ ഫ്ലോ പോകും. അതെ എന്തോന്ന് പോയിന്റ് ഇപ്പൊ ഉണ്ട് നമ്മളൊന്ന് കുറ്റപ്പെടുത്തുകയുണ്ടല്ലോ. പിന്നെ ഇവളോട് ചോദിച്ച് കെഞ്ചുമ്പം ഇവളുടെ അഹങ്കാരം കാണും. മനസ്സിലായി? മേക്കപ്പ് ആയാലും എന്തോ ആയാലും എന്ന് പറഞ്ഞാൽ ഇവൾ ഒരിക്കലും ഇവിടെ കുറ്റം സമ്മതിക്കാറില്ല. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായാലും നമ്മളിപ്പോൾ തെറ്റ് ചെയ്തെന്നാണ്ട് നമ്മൾ സമ്മതിക്കും. ഇവളാണ് എപ്പോഴും ശരി. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അവളോട് ചൂണ്ടിക്കാണിച്ചാൽ ഇവിടെ കടിച്ചു കയറാനായിട്ട് വരും. മനസ്സിലായില്ലേ? ഇതാണ് ഇവളുടെ സ്ഥിര സ്വഭാവം. എന്നിട്ട് വലിയ എന്തോ മാലാക പോലെ ഇരിക്കും.